ഹലോ ഗായ്സ്. ഇനി അപ്പം അടുത്ത ടാസ്ക് 2 എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് എന്ന് പറയുമ്പം ടാസ്ക് 2 എന്ന പാർട്ടിലോട്ട് പോകാനായിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലാണ് ഇതിപ്പം മീറ്റ് ദ റോബോട്ട് എന്ന് പറഞ്ഞ സെഷനാണ് ഇതിപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ റോബോട്ട് ഏത് ഡിസൈനാണ് എടുത്തേക്കുന്നത്, ഏത് സംഭവമാണ്, അതിനൊരു ബേസിക് മോഡൽ എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ വീഡിയോ യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് നോക്കാൻ നേരത്ത് ഞങ്ങളിപ്പോൾ ഓൾറെഡി കസ്റ്റമായിട്ട് ഡിസൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി കോഡ്രാപ്പട്ട് ഓൾറെഡി സാച്ചുറേറ്റഡ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് ബേസാണ് ഹെക്സാപോഡ്, അങ്ങനെ പല പല റോബോട്ടുകൾ നമ്മുടെ പ്രൊജക്റ്റായിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ. ഇപ്പം നമ്മൾ അതിന് വേണ്ടി ഒരു മിനിയേച്ചർ പ്രോജക്റ്റ് ചെയ്തിട്ട്, ഈ മിനിയേച്ചർ പ്രോജക്റ്റാണ് നിങ്ങൾ ഈ ടൈപ്പ് മോഡലാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണല്ല. ഇപ്പം ആദ്യം മിനിയേച്ചർ പ്രോഗ്രാം. ഇപ്പം നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ കോഡ്രാപ്പട്ട് റോബോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക്സ് ഒക്കെ തന്നെയാണ് മറ്റേ ഈ റോബോട്ട് ഡോഗ് ഉണ്ടല്ലോ, മറ്റേ കോഡ്രാപ്പട്ട് റോബോട്ട് ഡോഗ്, മറ്റേ ദൃഷ്ടി സമയത്തൊക്കെ വന്ന അവിടെ റോബോട്ട് ഡോഗ്, പിന്നെ ഓൾറെഡി കുറേ എക്സ്പോയ്ക്കും പിന്നെ കുറേ റോബോട്ടിക്സ് പ്രൊജക്റ്റ് കോമ്പറ്റീഷനൊക്കെ പോകാൻ നേരത്ത് നിങ്ങൾ കുറേ റോബോട്ട് ഡോഗ്സിനെ കണ്ടിട്ടില്ലേ? അപ്പം ആ കാറ്റഗറി, ആ റോബോട്ട് ഡോഗ്സൊക്കെ വരുന്നതെന്ന് പറയുമ്പം അതിൻ്റെ ബേസിക്സ് ഒക്കെയാണ് ഇതിപ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. എന്ന് പറയുമ്പം അതിൻ്റെ ബേസിക്സ് ആണ് ഇത് വെച്ച് അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നത്. ഇതും പിന്നെ കുറേ സെൻസർ ഫ്യൂഷനൊക്കെ വരുന്നതാണ് ആ ഹെവി മറ്റേ റോബോട്ട് ഡോഗും അതിൻ്റെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, ഇനി ഈ റോബോട്ടിൻ്റെ ലെഗ് ഒരിക്കലും വെറുതെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഓൾറെഡി ഒരു ഡെവലപ്പർ ഉണ്ടാക്കിയ സാധനമാണ്. നിങ്ങൾ അത് മാത്രമല്ല പഠിപ്പിക്കുന്നത്. അത് എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് കോഡ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ച് തരാമായിരുന്നു. അപ്പം റോബോട്ട് ജസ്റ്റ് അപ്പോൾ ഓൾറെഡി ഒരു ഗേറ്റ് പാറ്റേൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഫിക്സ്ഡ് ആംഗിൾ കൈനമാറ്റിക്സിനകത്ത് ഇംപ്ലിമെൻറ്റ് ആക്കിയിട്ടില്ല ഈ കോഡിൽ. അപ്പോൾ കോഡെല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ കോഡ് സംഭവം എന്ന് പറയുമ്പോൾ കൈനമാറ്റിക്സ് ഒക്കെ ഓൾറെഡി കൈനമാറ്റിക്സ് ഒന്നും ഈ കോഡിലില്ല. എന്ന് പറയുമ്പം നമ്മുടെ ആർഡിനോൻ്റെ കോഡിൽ കൈനമാറ്റിക്സ് ഒന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല സാധാരണ. അമാര് ജസ്റ്റ് കുറച്ച് പാറ്റേൺ ചെയ്തിട്ട് ആ ഗേറ്റ് പാറ്റേൺ നമുക്ക് ഓൾറെഡി ചെയ്യാൻ പറ്റും. ആ പാറ്റേണിൽ ഇത് വർക്ക് ചെയ്യാമെന്ന് കാണിക്കുന്നു. പക്ഷേ ഒരിക്കലും നമ്മൾ ചെയ്യാൻ നേരത്ത് ഇതിനെപ്പറ്റി ഒരു ബേസിക്സ് ആയാനായിട്ട് ഇൻവേഴ്സ് കൈനമാറ്റിക്സ് എന്താ, ഫോർവേഡ് കൈനമാറ്റിക്സ് എന്താണെന്ന് അതെന്താണെന്ന് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഏകദേശം കാണത്തുള്ളൂ. ഒരു 2R റോബോട്ടിൻ്റെ എക്സാമ്പിൾ ഇവിടെ പേപ്പർ എഴുതി കാണിച്ച് തരാം. എന്ന് പറയുമ്പോൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് വേണം ഇതിൻ്റെ ഇപ്പം ഹൈ ലെവലിലോട്ട് കയറാനായിട്ട്. ഇപ്പം ഒരു 2R റോബോട്ടിൻ്റെ ഇൻവേഴ്സ് കൈനമാറ്റിക്സും ഫോർവേഡ് കൈനമാറ്റിക്സിൻ്റെ ഇക്വേഷൻ എഴുതി കാണിച്ച് തരാനാണ് ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ മോട്ടീവ്. ഇപ്പം നിങ്ങൾ റോബോട്ട് കണ്ടില്ലേ? ഇപ്പം ഇതാണ് മീറ്റ് റോബോട്ട് എന്ന് പറഞ്ഞ മോഡലിനാണ് ഇത് പോകുന്നത്. ഇപ്പം റോബോട്ട് നിങ്ങൾ കാണാൻ നേരത്ത് ഇതാണ് സംഭവം. ഒരു കോഡ്രാപ്പണാണ്. കോഡ്രാപ്പൺ എന്ന് പറയുമ്പോൾ 4 ലിങ്ക് താഴോട്ടുണ്ട് ടച്ച് ചെയ്യുന്നു. ഒരു കോമൺ ലിങ്കിൽ നിന്ന്, അതാണ് ഇതിൻ്റെ ബേസ് ലിങ്ക്. ഈ സാധനത്തിൽ നിന്ന് ഒരു കോമൺ ലിങ്കിൽ നിന്ന് 4 കാല് താഴോട്ട് 4 ലിങ്ക് താഴോട്ട് ടച്ച് ചെയ്തിരിക്കുന്നു. അതൊരു 4 ലിങ്ക്. അപ്പോൾ അതിനെ പറയുന്ന ഒരു കോഡ്രാപ്പൺ റോബോട്ട്. പിന്നെ ഇതിനകത്ത് ചെയ്തേക്കെന്ന് പറയുമ്പോൾ ഒരു ലെഗ് എടുത്തു കഴിഞ്ഞാൽ 2 മോട്ടറേ ഉള്ളൂ ഇവിടെ. കണ്ടില്ലേ? ഇപ്പോൾ ഒരു ലെഗ് എടുത്തു കഴിഞ്ഞാൽ 4 കാലുണ്ടല്ലേ? അതിനകത്ത് ഇപ്പോൾ ഒരു കാലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മോട്ടർ, ഇവിടെ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതേപോലെ ഇവിടെ വേറെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പം നമ്മൾ ഒരു ലെഗിൽ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇപ്പം എവിടെയൊക്കെ മോട്ടർ ഉണ്ടോ അവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, അത്ര ഓർത്താൽ മതി. അങ്ങനെയല്ല ഇപ്പോൾ ബേസിക്കായിട്ട് വരുന്ന. അപ്പോൾ വേറെ രീതിയിലും ഉണ്ട്. ഇതിനകത്ത് എളുപ്പത്തിൽ എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 2 മോട്ടർ വരുന്നുണ്ട്. 2 ഡയറക്ഷനിലാണ് ആ മോട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളത് മാത്രം നോക്കിയാൽ മതി. മീറ്റ് ദ റോബോട്ട് എന്ന് പറഞ്ഞ സെഷൻ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ റോബോട്ട്. ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു ഡെവലപ്പർ ഡിസൈൻ ചെയ്ത സാധനത്തിൽ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി ഇനി എടുത്ത് ക്യാഡ് ഡ്രോ ചെയ്ത് എന്നാലും മെനക്കെറേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം വേസ്റ്റ് ആകും, അങ്ങനെ കുറേ കാര്യങ്ങൾ വേസ്റ്റ് ആകും. ഫ്യൂച്ചറായിട്ട് പഠിക്കണമെങ്കിൽ ഇനി നമ്മൾ ഇപ്പോൾ ഇത് മിനിയേച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എങ്ങനെ ബിൽഡപ്പ് ചെയ്യണം, എങ്ങനെ ചെയ്യണോ. അതിനുശേഷം നമുക്ക് വേറെ കോൾ വിളിച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് പോകാം. ഇപ്പം അതിനകത്ത് ഇപ്പോൾ ചെയ്യാനുള്ള ഇതിനകത്ത് വയറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നോക്കുന്നില്ല. ഇപ്പം മീറ്റ് ദ റോബോട്ടിനകത്ത് നമ്മൾ റോബോട്ട് ഏതാ ഡിസൈൻ ചെയ്യുന്ന അതിൻ്റെ ഏകദേശം സ്ട്രക്ചർ അങ്ങനെ ഇരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് 3D പ്രിൻറ്റ് ചെയ്തെടുക്കുന്ന പരിപാടികളാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ മോട്ടർ ഉപയോഗിക്കുന്ന SG90 സെർവോ മോട്ടർ എന്ന് പറയുമ്പോൾ ഈ സെർവോ മോട്ടർ എന്ന് പറയുമ്പോൾ ചെറിയ മൈക്രോ സെർവോ ആണ്. നമ്മുടെ ചെറിയ റോബോട്ടിക്സ് പ്രൊജക്റ്റിലും മറ്റേ ഇതിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഈ സെർവോ മോട്ടറിന് കുറച്ച് പ്രത്യേകതയുണ്ട്. ഈ സെർവോ മോട്ടറിനകത്ത് ഇതിനകത്ത് ഒരു എൻകോഡർ ഉണ്ട്. അത് പൊട്ടൻഷ്യോമീറ്ററാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പൊസിഷൻ സെൻസ് ചെയ്യാനായിട്ട്. കാര്യം ഇതിന് ആംഗിളല്ലേ പോകുന്നത്. നമ്മൾ 90 ഡിഗ്രി കൊടുത്തതിന് 90 ഡിഗ്രി വന്ന് നിൽക്കണമല്ലോ. അപ്പോൾ അതിന് അറിയണം ഇത് എവിടെയാണ് കറക്റ്റ് ഇപ്പം കറണ്ടായിട്ട് പൊസിഷൻ ഏതാണെന്നൊക്കെ അറിയണം. അതെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ഇത് കറക്റ്റ് ആ 90 ഡിഗ്രി സെൻഡ് ചെയ്യാൻ നേരം 90 ഡിഗ്രി പോയി നിൽക്കുന്നത്. നിങ്ങൾ സെർവോ സെൻഡ് ചെയ്തില്ലേ, അതേ കണക്ക് ആ ടാസ്ക് കണക്ക് കറക്റ്റ് അതിനകത്തൊരു പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. അതൊക്കെ അതിനകത്ത് കാണാൻ പറ്റും ചെറിയ രീതിയിൽ. അതാണ് ഇതിനകത്ത് എൻകോഡറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്.
അതിൻ്റെ മൗണ്ടൊക്കെ കണ്ട ഇതാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഇപ്പോൾ അതന്നെ നിങ്ങൾ ഒരു ലെഗ് അല്ലേ കാണുന്നത്, അതാണ് ഇതിപ്പോൾ ഈ മൗസ് പോയിൻ്റർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതാണ് അതിനകത്ത് ഒരു ലെഗ്. അപ്പോൾ ആ ലെഗിൽ 2 മോട്ടറേ വരുന്നുള്ളൂ. അപ്പോൾ 2 മോട്ടർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചാൽ അത് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പം കൂടുതൽ തന്നെ ആലോചിക്കണം നമ്മൾ ഇതിനകത്ത് പറയുന്നത് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഒരു ലെഗിൽ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് അസംബിൾഡ് പോയിന്റ്സ് ആണ്, ഇങ്ങനെ അസംബിൾ ആക്കി. പിന്നെ അതിൻ്റെ മറ്റേ സെർവോ ഡ്രൈവ് ഉണ്ട്, പിന്നെ അതെല്ലാം കണക്ട് ചെയ്ത് സംഭവം. ഇതാണ് 3D പ്രിൻറ്റിംഗ് പാർട്സ്. നമ്മളിത് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കും, STL ഫയൽസ് ആയിട്ട് കിട്ടും. ഇത് നമ്മൾ നേരെ റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിന് കൊടുത്തിട്ട് 3D പ്രിൻറ്റിംഗ് കോളേജിൽ 3D പ്രിൻറ്റിങ്ങിലോ അത് എവിടെയെങ്കിലും 3D പ്രിൻറ്റിംഗ് കൊടുത്തതിന് പ്രിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. നിങ്ങൾ അതിൻ്റെ മുകളിൽ ഇത് ഡെവലപ്പ് ചെയ്താൽ മതി. അപ്പം നട്ടും ബോൾട്ടും ഇതിനെ സ്പേസേഴ്സ് എന്നൊക്കെ പറയും, ഈ സ്പേസേഴ്സ് എന്ന് പറയും. ഈ സ്പേസേഴ്സ് ഒക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഇതിന് നട്ടും ബോൾട്ടും ഇൻസേർട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതാണ് മെയിൻ പരിപാടി ഇതിനകത്ത്. ഫസ്റ്റ് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിൻ്റെ കൈനമാറ്റിക്സ് എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു 2R റോബോട്ടിൻ്റെ 2R റോബോട്ട് എന്ന് പറയും. അപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയുള്ള ഒരു റോബോട്ടിക് ആമ. സിമ്പിളായിട്ട് ഒരു പ്ലെയിനാർ റോബോട്ടാണ് എന്ന് പറയുമ്പോൾ ഒരു പ്ലെയിനിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. ഒരിക്കലും 3D സ്പേസിലോട്ട് അത് ജമ്പ് ചെയ്യത്തില്ല. അപ്പോൾ സിമ്പിളായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം അതിൻ്റെ ബേസിക്സിനെ എടുത്ത് കാണിച്ചു തരാം. ഹലോ, ഇനിയിപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് കൈനമാറ്റിക്സ്, ഒരു റോബോട്ടിൻ്റെ കൈനമാറ്റിക്സ് എന്താണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പം ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ചു കാണും കൈനമാറ്റിക്സ് എന്താ, ഡൈനാമിക്സ് എന്താ, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന്. ഇപ്പം കൈനമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. സ്റ്റഡി ഓഫ് മോഷൻ വിത്തൗട്ട് കൺസിഡറിങ് ഫോഴ്സ് കോസിങ് ഇറ്റ് എന്ന് പറയുമ്പം ഒരു കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് മോഷനാണ്. മോഷനെ പറ്റി പഠിക്കുകയാണ്. ഇത് കൈനമാറ്റിക്സിൽ എന്തുകൊണ്ടാണ് ആ മോഷൻ ഉണ്ടാകുന്നത്, അത് നമ്മൾ മാത്രം വിട്ട് കളയുന്നു. ആ ഫോഴ്സ് ഏത് കോസ് ചെയ്യുന്നു അത് നമ്മൾ മാറ്റിയിട്ട് ബാക്കി ആ മോഷനെ മാത്രം പഠിക്കുന്ന കേസിനെ പറഞ്ഞാണ് കൈനമാറ്റിക്സ്. ഇപ്പം ഡൈനാമിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ അതിനകത്ത് കോസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇപ്പം ഒരു ബോഡി ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് അത് മൂവ് ചെയ്യുന്നു. അപ്പം ആ ഫോഴ്സിനെ കുറിച്ചും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വിത്ത് സ്റ്റഡി മോഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ് പ്ലസ് മോഷൻ ആണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചാണെങ്കിൽ പറയാം അതിൻ്റെ ഡൈനാമിക്സ് എന്ന് പറയും. ഇപ്പോൾ കൈനമാറ്റിക്സിൽ നമുക്ക് എപ്പോഴും നമ്മൾ ബേസിക്കായിട്ട് സ്ട്രക്ചറൊക്കെ ചെയ്തെടുക്കാൻ നേരത്ത്, ചെറിയ റോബോട്ടൊക്കെ ചെയ്തെടുക്കാൻ നേരത്ത് കൈനമാറ്റിക്സിന് ആവശ്യമുള്ളൂ. ഡൈനാമിക്സിന് ആവശ്യമൊന്നുമില്ല. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ റോബോട്ടിക് ക്യാമിന് നല്ല മാസൊക്കെ ഉണ്ടെങ്കിൽ, ഭയങ്കര വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡൈനാമിക്സ് ഉപയോഗിക്കാം. അതിന് കുറേ കാര്യങ്ങളുണ്ട്, അത് ഭയങ്കര കോംപ്ലക്സുമാണ്. ഇപ്പോൾ നമ്മൾ കൈനമാറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സ്റ്റഡി ഓഫ് മോഷൻ വിത്തൗട്ട് കൺസിഡറിങ് ഫോഴ്സ് ഇൻ ഇറ്റ്. ഇപ്പോൾ അതിനകത്ത് ലിങ്ക്സിലെ മാസ് എടുക്കുന്നില്ല, അങ്ങനെയൊന്നും എടുക്കുന്നില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. ഈ കൈനമാറ്റിക്സിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫോർവേഡ് കൈനമാറ്റിക്സും രണ്ടാമത് ഇൻവേഴ്സ് കൈനമാറ്റിക്സും. ഇപ്പം നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അടുത്ത സെറ്റിൽ പറഞ്ഞുതരാം എന്താ സംഭവം. ഇൻവേഴ്സ് കൈനമാറ്റിക്സ്, ഫോർവേഡ് കൈനമാറ്റിക്സ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഫോർവേഡ് കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നമ്മുടെ ഈ റോബോട്ടിക് ആം എപ്പോഴും ഒരു ആംഗിളല്ലേ തിരിയുന്നത് എന്ന് പറയുമ്പം നമ്മുടെ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയത് ഇപ്പം ഒരു നമുക്കൊരു ഇൻപുട്ടായിട്ട് അവിടെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ സ്പേഷ്യൽ കോർഡിനേറ്റ്സ് X, Y, Z കിട്ടും. ഇപ്പോൾ തൽക്കാലം നമ്മൾ 2R റോബോട്ട് ചെയ്യുന്നതുകൊണ്ട് X, Y അത്രേ ഉള്ളൂ. ഇൻവേഴ്സ് കൈനമാറ്റിക്സ് ആണെങ്കിൽ അതേ കണക്ക് തന്നെ നമ്മൾ കോർഡിനേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ, സ്പേഷ്യൽ കോർഡിനേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, തീറ്റ കിട്ടും. തീറ്റ എന്ന് പറയുന്നത് ആ റോബോട്ടിൻ്റെ ഒരു ഇതാണ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ എത്ര ഫോർവേഡ് കൈനമാറ്റിക്സ് എന്താണ്, ഇൻവേഴ്സ് കൈനമാറ്റിക്സ് എന്താണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എന്ന് പറയുമ്പോൾ ഫോർവേഡ് കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ കോർഡിനേറ്റ്സ് കിട്ടും. ഇൻവേഴ്സ് കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫംഗ്ഷനാണ്. ആ ഒരു ഇക്വേഷനിലോട്ട് നമുക്ക് X, Y കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, തീറ്റ കിട്ടും. അത്ര ഓർത്താൽ. തീറ്റ എന്ന് പറയുമ്പോൾ ആംഗിളാണ് കിട്ടുന്നത് ഉദ്ദേശിക്കുന്നത്. X, Y എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു കാർട്ടേഷ്യൻ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ കോർഡിനേറ്റ്സ് ഒക്കെ കാണുമല്ലോ. X, Y, 2, 3, 4, 5 അങ്ങനെയുള്ള കുറേ കോർഡിനേറ്റ്സ് ഉണ്ട്. ആ കോർഡിനേറ്റ്സിനാണ് X, Y എന്ന് പറയുന്നത്. ആ കോർഡിനേറ്റ്സ് ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീറ്റയാണ് കിട്ടുന്നതെങ്കിൽ, തീറ്റ എന്ന് പറയുമ്പോൾ ഒരു ആംഗിളിൻ്റെ ഫോർമാറ്റിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ ടൈപ്പ് അതിനെ പറയുന്നവരാണ് ഇൻവേഴ്സ് കൈനമാറ്റിക്സ്. അതാണ് തിരിച്ച് ഫോർവേഡ് കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തീറ്റ എന്ന് പറയുമ്പോൾ അതിന് ആംഗിൾ എത്ര കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾസ് എത്ര കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് സ്പേഷ്യൽ കോർഡിനേറ്റ്സ് കിട്ടുന്നത് എന്നുള്ള സാധനമാണ് ഫോർവേഡ് കൈനമാറ്റിക്സ്. അപ്പോൾ നിങ്ങൾ അത്രയും ബേസിക്കായിട്ട് മനസ്സിലാക്കി. മറ്റേ തീറ്റ ടു X, Y, തീറ്റ നിങ്ങൾ അതൊന്നും മനസ്സിൽ കണ്ടാൽ മതി. ബേസിക് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെർവോ മോട്ടർ 1, സെർവോ മോട്ടർ, ബേസ് റൊട്ടേഷൻ, അങ്ങനെ കുറച്ച് എഴുതിയിട്ടുണ്ട് സംഭവം തോന്നുന്നു. ഇതിനകത്ത് ബേസിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതൊരു റോബോട്ടിക് ആമാണ്, ഒരു മാനിപ്പുലേറ്റർ എന്നൊക്കെ പറയുന്നതിന്. അപ്പം അത് കഴിഞ്ഞാൽ ബേസ് റൊട്ടേഷൻ എന്ന് പറയുമ്പം ഈ ബേസ് കണ്ടില്ലേ, നിങ്ങൾ സൂം ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് അറിയാം. ഈ ബേസ് ഇതിനെ 360 അല്ല 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും.
അപ്പോൾ അതിനാണ് ഈ ബേസ് വെച്ചേക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ബേസ് അങ്ങോട്ടും കറങ്ങും, ക്ലോക്ക് വൈസും കറങ്ങും, ആൻറ്റി ക്ലോക്ക് വൈസും കറങ്ങും. നിങ്ങൾ എപ്പോഴും ആലോചിക്കണമെന്ന് പറയുമ്പോൾ ഇസഡ് ആക്സിസ് മുകളിലോട്ടാണ് എപ്പോഴും കരുതിയാൽ മതി. എന്ന് പറയുമ്പോൾ നമ്മൾ ഇസഡ് ആക്സിസ് ഉണ്ടല്ലോ, ഇസഡ് ആക്സിസ് ഒരു പ്ലെയിനിൽ നിന്ന് നമ്മുടെ ഇത് എക്സ് ഇങ്ങനെ എടുത്താൽ വൈ ഇങ്ങനെ എടുത്താൽ ഇസഡ് മുകളിലോട്ടാന്ന് കരുതിയാൽ മതി. ഞാൻ ഇപ്പം വരച്ച് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താ സംഭവം ഉദ്ദേശിക്കുന്നതെന്ന്. ഇത് ആക്സിസ് പ്ലോട്ട് ചെയ്യാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇതിപ്പം 3D വിഷ്വലൈസേഷൻ മനസ്സിൽ കാണണം, എന്നിട്ട് ഇത് നോക്കാവൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ അത് നോക്കേണ്ടത് ഇതിനകത്ത് ഈ ചുവപ്പ് കളറിൽ കാണുന്നത് നമ്മുടെ വൈ ആക്സിസ്, പച്ച കളറിൽ കാണുന്നത് എക്സ് ആക്സിസ്, ഇസഡ് കാണുന്നത് നീല കളറിൽ കാണുന്നത് ഇസഡ് ആക്സിസ്. അപ്പം അതായിട്ട് ബേസിക്കായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വേണ്ട, ഞാൻ കാണിച്ചു തരാം, ഒന്ന് എഴുതി കാണിക്കാം. ഇത് വൈ, ഇത് എക്സ്, ഇത് ഇപ്പം ഇസഡ് നീലയാണേ, ഇസഡ് നീല. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മളെപ്പോഴും ഇസഡ് ആക്സിസിലാണ് പ്ലസ് ഒരു ഹൈറ്റിലോട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇസഡ് ആക്സിസ് മാത്രമേ കരുതൂ. പ്ലെയിനിലാണെങ്കിൽ എക്സ് കോമ വൈ, നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഓഫ്സെറ്റ് ചെയ്തല്ലേ ഇരിക്കും, ഞാൻ പറയാം, അങ്ങ് നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട. ഇപ്പം ഇതിനകത്ത് മെയിനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ ബേസ് റൊട്ടേഷൻ എന്ന് പറയും. ഈ ബേസ് റൊട്ടേഷൻ എന്ന് പറയുമ്പം ഈ ഇസഡ് ആക്സിസിന് മറ്റേ ഈ ഇസഡ് ആക്സിസിനായി എന്ന് പറയുമ്പോൾ ഈ ഇസഡ് ആക്സിസിലാണ് ഈ ബേസ് റൊട്ടേഷൻ ഒരു സെർവോ മോട്ടർ അകത്ത് വെച്ചിട്ടുണ്ട് ഈ റോബോട്ടിൻ്റെ അടിയിൽ. ആ മോട്ടർ എന്ന് പറയുമ്പം 360 ഡിഗ്രി 180 ഡിഗ്രി അല്ല, സെർവോയ്ക്ക് 180 ഡിഗ്രി ലിമിറ്റ് ഉള്ളൂ. ഈ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനാണ് നമ്മൾ ആ ബേസ് റൊട്ടേഷനകത്ത് ബേസ് റൊട്ടേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി നോക്കിക്കോ, ആ ബേസ് റൊട്ടേഷൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങളത് നോക്കിക്കോ. നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമല്ലോ. പിന്നെ അപ്പം ഈ ഇതിനകത്ത് ബേസ് റൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് 360 അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. സംഭവം 360 അല്ല, നമ്മൾ മോട്ടറിൽ 360 റൊട്ടേഷൻ ഇപ്പോൾ സപ്പോർട്ടാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സെർവോ മോട്ടറാണ് MG996R സെർവോ മോട്ടർ. അപ്പോൾ ആ മോട്ടറിൽ 180 ഡിഗ്രി റൊട്ടേഷൻ മാത്രമേ പോസിബിൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും കറങ്ങും. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിയാൽ പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു മോട്ടർ ഇരിക്കുന്നുണ്ടല്ലേ, സെർവോ മോട്ടർ 1 എന്ന് പറഞ്ഞിട്ട് സെർവോ മോട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സെർവോ മോട്ടർ ഈ ഒരു മോഷൻ കൺട്രോൾ ചെയ്യാൻ കണ്ടോ, ഈ ലിങ്കിൻ്റെ ഈ സാധനം, ഈ ലിങ്ക് കണ്ടില്ലേ, ലിങ്ക് എന്നതിന് പറയുന്നത്. നമ്മൾ ഓരോ മറ്റേ ഹാൻഡ്സിനും ഇതിന് ലിങ്ക് എന്നാണ് പറയുന്നത് റോബോട്ടിക്സിൽ. ഈ ലിങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനായിട്ടാണ് നമ്മൾ മറ്റേത് ആ മോട്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെ, കാണിച്ചു തരാം. ഈ ലിങ്ക് ഇതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയും തിരിച്ചതേ കണക്ക് ഇങ്ങനെയാണ് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. അപ്പം ഈ ലിങ്ക് എങ്ങോട്ട് ഇറങ്ങും, ഇങ്ങോട്ടും കറങ്ങും, പിന്നെ അല്ലാതെ ഇങ്ങോട്ടും കറങ്ങും. അതല്ലേ നിങ്ങളൊന്ന് മനസ്സിൽ ഉദ്ദേശിച്ചാൽ മതി. ഈ ലിങ്ക് അങ്ങോട്ടും കറങ്ങും ഇങ്ങോട്ടും കറങ്ങും. അപ്പം ഇതിന് കറക്റ്റായിട്ട് ഈ ഒരു ആക്സിസിന് ഇതായിട്ട് നമുക്ക് ഈ ലിങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും. അതേപോലെ തന്നെ ഇവിടെ ഒരു സെർവോ ഇരിപ്പുണ്ട്. ഈ സെർവോൻ്റെ പരിപാടി എന്താ, ഇത് ഇങ്ങോട്ട് കറക്കാനോ അല്ലെങ്കിൽ ഇത് താഴോട്ട് കറക്കാനോ. അപ്പോൾ നമുക്ക് ഈ ജോയിൻ്റ് മറ്റേ കുറേ കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഇത് ഇങ്ങോട്ട് കുറേ ആയിക്കണമെങ്കിൽ ഈ ലിങ്കിൽ തട്ടും. അപ്പം നമ്മൾ കൊളിഷനൊക്കെ പറയും. കൊളിഷനൊക്കെ നമ്മൾ ഇന്നത് ഡിഫൈൻ ചെയ്തില്ല. നമ്മൾ റോബോട്ട് ഗെയിമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യമേ കൊളിഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും ഇതൊക്കെ വിടുന്നത്, ഇത് വർക്കിംഗ് ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇതിന് ഒരു കോർഡിനേറ്റ്സ് കൊടുത്താൽ ചിലപ്പോൾ അതിന് കൊളൈഡ് ചെയ്ത് ചിലപ്പോൾ ഈ സാധനം നശിക്കാൻ കാരണമാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഈ സെർവോ മോട്ടർ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, റൊട്ടേഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇതാണ് ബേസിക് കാര്യം. ഇതിനകത്ത് ഇപ്പം ഒരു റൊട്ടേഷൻ ഇവിടെ ഉണ്ട്, ഇവിടെ റൊട്ടേഷൻ ഉണ്ട്, ഇവിടെ ഒരു റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഈ റെവല്യൂട്ട് ജോയിൻ്റ് എന്ന് പറയുന്ന ജോയിൻ്റ് എന്ന് പറയുമ്പം റെവല്യൂട്ട് എന്ന് പറയുമ്പോൾ റൊട്ടേഷൻ, നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ അത് ഇവിടെ ഒരു സെർവോ മോട്ടർ ഉണ്ട്, അതിൻ്റെ പരിപാടി എന്താ, റൊട്ടേഷൻ അല്ലേ. അപ്പോൾ ഒരു ആംഗിൾ അല്ലേ പോകുന്നത് എന്ന് പറയുമ്പോൾ ഒരു റൊട്ടേഷൻ ആകുമ്പോഴത്തേക്ക് ഒരു ആംഗിൾ സ്വീപ്പ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ അതേ കണക്കിന് ഇവിടെ ഈ മോട്ടറിലും നിങ്ങൾ ബേസ് റൊട്ടേഷൻ്റെ സെർവോ മോട്ടറിനകത്താണ്, ഇത് കാണാൻ പറ്റത്തില്ല. അതിൻ്റെ മണ്ടയിലാണ് ഇതൊക്കെ മൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നോക്കൂ, ഇതിൻ്റെ ഈ മോട്ടറിനെ എങ്ങനെ ഒരു റൊട്ടേഷനില്ലേ, ഒരു തീറ്റയല്ലേ അതിൻ്റെ പാരാമീറ്റർ, അത് കറക്കുന്ന അതേ കണക്കത് ഇവിടെ നോക്കിക്കോ. ഇവിടെ അത് കണക്കുന്ന അതിൻ്റെ തീറ്റയാണ് എൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പം ആ റൊട്ടേറ്റ് ചെയ്യുന്ന സംഭവം എന്താ, ആംഗിൾ അല്ലേ, ഒരു ആംഗിളാണ്, ഒരു ഡിഗ്രീസിലാണ് നമ്മളതിനെ ഇപ്പം കറണ്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതാദ്യം മനസ്സിലാക്കണം. നമ്മൾ
തീറ്റയാണ് ഇവിടുത്തെ എന്ന് പറയുമ്പം ആംഗിൾ ഡിഗ്രീസിലാണ് നമുക്ക് അത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഈ റോബോട്ടിക് അതിനെ ചലിപ്പിക്കാനായിട്ട് നമുക്ക് വേറൊന്നും പോരാ, ഈ കറക്റ്റ് ആംഗിൾ കറക്റ്റ് കൊടുത്ത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ റോബോട്ടിനെ എപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നതിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെപ്പോഴും ഒരു റോബോട്ടിനെ എക്സ് കോമ വൈ എന്നായിരിക്കും എന്ന് പറയുമ്പം ഒരു കോർഡിനേറ്റ്സ് കൊടുത്തിട്ടായിരിക്കും മെഷർ ചെയ്യുന്നത് അല്ലേ. എന്ന് പറയുമ്പം ഇപ്പം ഈ റോബോട്ട് ഈ പോയിന്റ് ഇങ്ങനെ ഇരിക്കുക, അപ്പോൾ പറയും ഞാൻ ഈ റോബോട്ടിൻ്റെ അടുത്ത് നിന്ന് റോബോട്ടെ ഈ റോബോട്ടിക്കാം ഇത് ഒരു 5,6 അല്ലെങ്കിൽ ഒരു 3,6 അല്ലെങ്കിൽ 2,5 എന്നുള്ള കോർഡിനേറ്റ്സിൽ പോയി നിൽക്കും. അപ്പം ഈ റോബോട്ടിനെ അറിയോ, ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ 3,5 എന്നങ്ങനെ വെച്ചാൽ ഇതിനെ അറിയത്തില്ല സംഭവം എന്താ വരുന്നതെന്ന് അല്ലേ. അപ്പം അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഈ റോബോട്ടിക് ആമിൻ്റെയും ഇതിൻ്റെ ഈ സ്ട്രക്ചർ ഫിസിക്കൽ സ്ട്രക്ചറൊക്കെ വെച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ 3,5 പറഞ്ഞാൽ ഇതിനൊരു ആംഗിൾ ഉണ്ട്. ഒരിക്കലും നമ്മൾ ആംഗിൾ കറക്റ്റ് കൊടുക്കുന്നില്ല റോബോട്ടിക് ആമിന് നീങ്ങാനായിട്ട്. നമ്മൾ കോർഡിനേറ്റ്സ് കൊടുക്കാൻ നേരത്ത് നേരെ ഒരു ആംഗിൾ കിട്ടും. അതല്ലേ നിങ്ങൾ ഇൻവേഴ്സ് കൈനമാറ്റിക്സിൽ പറയുന്നതെന്ന് പറയുമ്പം നമുക്ക് റോബോട്ടിൻ്റെ അടുത്ത് പറയണം നമുക്കൊരു ഇന്ന കോർഡിനേറ്റ്സ് മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ കോഡിലോ നമ്മൾ ആ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ കാണും. ആ ഫംഗ്ഷനിലോട്ട് നമ്മുടെ കോർഡിനേറ്റ്സ് ഇട്ട് കൊടുക്കും എന്ന് പറയുമ്പോൾ 5,6 എക്സാമ്പിൾ. അപ്പം 5,6 നമ്മൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ആംഗിൾ കിട്ടും എന്ന് പറയുന്നത്. ഇപ്പം ബേസ് റൊട്ടേഷന് പോകേണ്ട ആംഗിൾ കിട്ടും, ഈ സെർവോ മോട്ടർ 1ന് കറങ്ങേണ്ട ആംഗിൾ കിട്ടും, അതേപോലെ സെർവോ മോട്ടർ 2നും കറങ്ങേണ്ട ആംഗിൾ കിട്ടും. അപ്പോൾ ആംഗിൾ കിട്ടുന്ന പരിപാടിയാണ് ഇൻവേഴ്സ് കൈനമാറ്റിക്സ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇന്ന കോർഡിനേറ്റ്സിൽ ഇന്ന ആംഗിളാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പം അതാണ് ഇതിനകത്ത് മെയിനായിട്ട് നോക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഇൻവേഴ്സ് കൈനമാറ്റിക്സ് എന്താണെന്ന് ആലോചിക്കുക. നമ്മൾ റോബോട്ടിക് ആമിൻ്റെ കേസിനാണ് ഇത് പറഞ്ഞത്. പിന്നെ നോക്കിക്കോ, ഒരു 2R റോബോട്ട് എന്ന് പറയുമ്പം ഇതെല്ലാം റെവല്യൂട്ട് ജോയിൻറ്റ്സ് ആണ് എന്ന് പറയുമ്പോൾ റൊട്ടേഷനെ പോസിബിൾ ഉള്ളൂ. മനസ്സിലായില്ലേ? ഈ റൊട്ടേഷൻ എന്ന് പറയുമ്പം R ഉദ്ദേശിക്കും, റെവല്യൂട്ട് ജോയിൻറ്റ്സ്. അപ്പം ഈ റോബോട്ട് 2R റോബോട്ട് അല്ല, ഇത് 3R റോബോട്ടാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ബേസിൽ റൊട്ടേഷൻ ഉണ്ട്, അത് കണക്ക് ഇവിടെ ഒരു റൊട്ടേഷൻ ഉണ്ട്, അപ്പം 2 ആയി. കണക്ക് ഇവിടെ റൊട്ടേഷൻ ഉണ്ട്, 3 ആയി. കണ്ടോ? അപ്പോൾ 3R റോബോട്ട്, ഇവിടെ റൊട്ടേഷൻ, ഇവിടെ റൊട്ടേഷൻ, ഇവിടെ റൊട്ടേഷൻ, പിന്നെ ഇത് പ്ലക്കറാണ്, അത് ഇപ്പോൾ കൂട്ടണ്ട. അപ്പം 3R റോബോട്ടാണ് ഇതിപ്പം ഇതിരിക്കുന്നത്. ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ചോദിച്ചാൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പം അതാണ് എന്ന് പറയുക 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ ഒരു മോട്ടർ ഉണ്ട്, അകത്തൊരു മോട്ടർ, ഇവിടെ ഒരു മോട്ടർ, ഇവിടെ മോട്ടർ, മൊത്തത്തിൽ 3D OF റോബോട്ടിക് ആമാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കുക. എൻഡ് എഫക്ടർ എന്ന് പറയുന്നത് ഈ റോബോട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിന്റാണ് എൻഡ് എഫക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊക്കെയാണ് നമ്മൾ പ്ലക്കറൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ഇവിടെ കൊണ്ടുവയ്ക്കും. അപ്പം അവിടെയാണ് പ്ലക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത് അല്ലേ, നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഇപ്പം അതല്ലാതെ തന്നെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാഗ്നറ്റ് ആയിട്ട് എന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ട്, അപ്പം മാഗ്നറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് പരിപാടി ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റ് ആയിട്ടുള്ള മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന ഇതിനെ നമുക്ക് ഒബ്ജക്ട്സിനെ പിടിക്കാനും അങ്ങനെ ക്യാപ്ചർ ചെയ്യാനും എടുത്തിട്ട് വേറെ പോയിന്റിൽ കൊണ്ടിടാനും അങ്ങനെ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഈ എൻഡ് എഫക്റ്റിൽ നമുക്ക് വേണമെങ്കിൽ ടൂൾസ് വെക്കാം. ഈ എൻഡ് എഫക്റ്റാണ് റോബോട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ എൻഡ്. അപ്പോൾ അവിടെയാണ് നമ്മൾ വർക്കൊക്കെ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു റോബോട്ട് ഇങ്ങനെ പരിപാടി എന്ന് പറയുമ്പോൾ ഒരു സ്ക്രൂ എടുത്ത് ജസ്റ്റ് പിക്ക് ആൻഡ് പ്ലേസ് ആയിരിക്കും എന്ന് പറയുമ്പോൾ പിക്ക് ചെയ്തിട്ട് അത് പ്ലേസ് ചെയ്യാം. അപ്പം ഈ പിക്ക് ചെയ്യുന്ന കോർഡിനേറ്റ്സ് കറക്റ്റ് ഉണ്ടല്ലോ, ഈ കോർഡിനേറ്റ്സ് ക്യാമറ വെച്ച് കമ്പ്യൂട്ടർ വിഷൻ വെച്ചിട്ട് അത് കോർഡിനേറ്റ്സ് കാണും. ആ കോർഡിനേറ്റ്സിലോട്ടാണ് ട്രാൻസ്ഫോം ചെയ്ത് ഇങ്ങോട്ട് എത്തുന്നത്. അപ്പം ആ കോർഡിനേറ്റ്സിലോട്ട് എത്തണമെങ്കിൽ നമ്മളൊരു ഇൻവേഴ്സ് കൈനമാറ്റിക്സിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. ആ ഇക്വേഷൻ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അടുത്ത വീഡിയോയിലോട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുമല്ലോ, റോബോട്ടിക് ആണ് ഇപ്പോൾ റെവല്യൂട്ട് ജോയിൻസ് ആണുള്ളത്. ഈ റെവല്യൂട്ട് ജോയിൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇതിന് ആംഗിളേ ഉള്ളൂ, ഇതിന് കിട്ടേണ്ട പാരാമീറ്റേഴ്സ്. അപ്പം നമ്മളൊരു കോർഡിനേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആംഗിൾ കിട്ടണം, എന്നാലേ ഈ റോബോട്ടിക് ആണെങ്കിൽ ലിങ്ക്സ് എല്ലാം കറക്റ്റ് ആ ആംഗിളിൽ തിരിഞ്ഞ് ആ കോർഡിനേറ്റ്സ് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റോബോട്ടിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ഒരു അനാലിറ്റിക്കൽ മെത്തേഡ് വെച്ച് നമുക്ക് ഈ ഇൻവേഴ്സ് കൈനമാറ്റിക്സ് ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതാണ് ബേസിക് ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഇതിനകത്ത് ആ ആം മൂവ് ചെയ്യുന്ന കണ്ടില്ലേ, കണ്ടോ? ബേസ് റൊട്ടേഷൻ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പം ബേസ് റൊട്ടേഷൻ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ നേരത്ത് ജസ്റ്റ് വയറിംഗ് ഒക്കെ ഉണ്ട്, നിങ്ങൾ അതൊന്നും മനസ്സിലാക്കണ്ട. കണ്ടോ? ഈ ബേസ് റൊട്ടേഷൻ കറങ്ങിയതാണ് ഇതിപ്പം. എന്നിട്ട് ഇവിടെ നമ്മൾ 2 മോട്ടർ വെച്ചിട്ട് ഈ ലിങ്ക് കൺട്രോൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ലിങ്ക് മുകളിലത്തെ ലിങ്ക് പവർ ചെയ്തിട്ടില്ല. ഇപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക എന്തെന്ന് വെച്ചാൽ, കണ്ടോ? അത് താഴോട്ട് പോകുന്നേ മുകളിലോട്ട് പോകുന്നേ കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ആ റോബോട്ടിക് ആം. നിങ്ങൾ ഇതെന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കിയിട്ട് ഇതിന് അർത്ഥം വെച്ചിട്ടാണ് നിങ്ങൾ ഈ റോബോട്ടിക് ഞാൻ കണ്ടില്ലേ, ഇത് വീഡിയോ ആണ്. ഇത് ആ റോബോട്ടിൻ്റെ റോബോട്ടിക് ആമിൻ്റെ വീഡിയോ ആണ്. ഇതിനകത്ത് നിങ്ങൾ ആ മോഷനൊക്കെ ഒന്ന് കണ്ടില്ലേ, നിങ്ങളത് എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് സംഭവം, ഇതിൻ്റെ പരിപാടി എങ്ങനെയെന്ന് കണ്ടില്ലേ? കണ്ടോ? കറങ്ങുന്നു, ഒരു ആംഗിൾ കറങ്ങുന്നു, ഒരു ആംഗിൾ തിരിയുന്നു, ആ ആംഗിളൊക്കെ ഒന്ന് അതെങ്ങനെയാണ് സംഭവം. ഇതാണ് അതിൻ്റെ വർക്കിംഗ് വീഡിയോ, എൻ്റെ കയ്യിലുള്ള വീഡിയോ ആണിത്.
ജസ്റ്റ് ഈ വീഡിയോ വെച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉദ്ദേശം എങ്ങനെയാണ്. ഇതിപ്പം പ്രിസൈസ് ഒന്നും അല്ല, നമ്മൾ സ്റ്റെപ്പർ മോട്ടോഴ്സ് ഒന്നും അല്ല, നമ്മൾ സാധാ സർവോ മോട്ടോഴ്സാണ് ഉപയോഗിച്ചത്. എന്നിട്ടാണ് ഇത് ചെക്ക് ചെയ്ത് നോക്കിയത്. നമ്മൾ ഇതിൻ്റെ കൂടി സാധനങ്ങൾ ചെയ്യും. ഇതിനകത്ത് ഇപ്പം ഇപ്പം ഇതിൻ്റെ ബേസിനാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെന്താണെന്ന് മനസ്സിലാക്കണം. ഇത് എവിടെ ആംഗിളല്ല. ഇപ്പം നീ ഇപ്പം നോക്കിക്കോ, ഞാൻ ഇവിടെ ഒരു കോർഡിനേറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ കോർഡിനേറ്റ്സ് എത്തണമെങ്കിൽ ഈ കറക്റ്റ് ആംഗിൾ തിരിഞ്ഞ് ഈ റോബോട്ട് വന്നിരിക്കും. ആംഗിൾ എന്നും അപ്പം നമ്മളൊരു കോർഡിനേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറയുമ്പം റോബോട്ടിക്കാൻ ഈ 5,6 എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് പോയി നിൽക്കും. അപ്പം ഇതെന്ത് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ആ 5,6 എത്താനുള്ള ആംഗിൾ ഏതൊക്കെ മോട്ടർ ഏതൊക്കെ ആംഗിളിൽ തിരിയണമെന്ന് ഡിറ്റർമിൻ ചെയ്യും ആ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കോർഡിനേറ്റ്സ്. അപ്പം നമുക്ക് കുറച്ച് ആംഗിൾസ് സർവോ മോട്ടർ കിട്ടും. നമ്മൾ ആ ആംഗിൾ ആ ഇക്വേഷൻ എടുത്തിട്ട് നേരെ സർവോ ഡ്രൈവ് ചെയ്യിപ്പിക്കും. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നമുക്ക് ഇതിന്ന് നമുക്കൊരു കോർഡിനേറ്റ്സ് കിട്ടും. നമുക്ക് ആ കോർഡിനേറ്റ്സിലാണ് നമ്മുടെ ടൂൾ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്ക് ഇരിക്കുന്നത്. അപ്പോൾ ആ കോർഡിനേറ്റ്സ് നമ്മൾ ഒരു ഇക്വേഷനിൽ കൊടുക്കും. ആ ഇക്വേഷൻ നമുക്ക് എന്ത് തരും, കുറച്ച് ആംഗിൾസ് തരും. എന്നിട്ട് ആ ആംഗിൾസ് എന്താ സംഭവം, നമ്മൾ ഈ റോബോട്ടിൻ്റെ എവിടെയൊക്കെ മോട്ടർ ഇരിപ്പുണ്ട് ആ മോട്ടറിൽ ഡ്രൈവ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ബേസിക്കായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നേരെ 2R റോബോട്ടിൻ്റെ ബേസിക്സ് പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ. നിങ്ങൾക്കൊന്നും മനസ്സിലായെങ്കിൽ കുഴപ്പമില്ല. അതാണ്ട ഇപ്പം ഇതിനകത്ത് പറഞ്ഞുതരാമെന്നാണ്. ഇപ്പം ഫോർവേഡ് കൈനമാറ്റിക്സ് എന്താണെന്ന് പറഞ്ഞുതരാൻ പോവാണ്. നിങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ വൃത്തിക്ക് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാത്തവർ ജസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണാം. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം അറിയാം. നിങ്ങൾക്കിപ്പം ഞാനത് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പം ഒരു സ്പേഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു കോഡിംഗ് സിസ്റ്റം ഇവിടെ ഞാൻ വരയ്ക്കാൻ പോയി X, Y. ഇപ്പം നമ്മുടെ റോബോട്ടിൻ്റെ ഒറിജിൻ ഇവിടെ ഇരിക്കുമെന്ന് വെച്ചാൽ റോബോട്ടിൻ്റെ ഒറിജിൻ ഇട്ടിരിക്കുന്നത്. അപ്പം ഇത് ഉദ്ദേശിക്കുന്നത് എന്താ, ആ ഒറിജിൻ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന റോബോട്ട് ഇതൊരു ലിങ്കാണ്, ലിങ്ക് 1. ലെന്ത് L1 കൊടുക്കാം എന്ന് പറയുമ്പോൾ ആ ലിങ്ക് എന്ന് പറയാൻ മനസ്സിലല്ലേ. നിങ്ങൾ ഒരു മോട്ടറിൽ നിന്ന് മറ്റേ മോട്ടറിൽ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, പൈപ്പ് പോലത്തെ ഒരു കണക്ഷൻ. അപ്പോൾ അതിനെ പറഞ്ഞാൽ ലിങ്ക്സ്. അപ്പം നിങ്ങൾ ആ ലിങ്കിനകത്ത് ഡിഫൈൻഡ് ആയിട്ട് കൊടുത്തു L1. നെക്സ്റ്റ് ലിങ്ക് നോക്കിക്കോ, അതേ കണക്ക് തന്നെ വേറൊരു രീതി പോവുക L2. ഓക്കെ, L2. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് θ1 മനസ്സിലാക്കുക. പിന്നെ ഇത് നോക്കിക്കോ, ഇപ്പം ഞാൻ ഇവിടുന്ന് നിങ്ങളെപ്പോഴും ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് മാത്രമേ ഇപ്പം ആംഗിൾ എടുക്കാൻ പറ്റൂ. അതിനൊരു നിയമമാണ്, അതങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് വിത്ത് റെസ്പെക്ട് ടു L1 ലിങ്ക്, L2 ലിങ്ക് എന്ന് പറയുന്നത് θ2 ആണ് അല്ലേ? കറക്റ്റായിട്ട് അങ്ങനല്ലേ, θ2 ആണ് അല്ലേ? അപ്പം എന്ന് പറയുമ്പം ഈ L2 വിത്ത് റെസ്പെക്ട് ടു X θ1 + θ2 ആണ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിതിനകത്ത് ഇത് ഫോർവേഡ് കൈനമാറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ പഠിക്കുകയാണ്. അപ്പം എന്തായാലും ഇതാണ് ഇതിൻ്റെ എൻഡ് എഫക്ടർ എന്ന് പറയുമ്പോൾ എൻഡ് എഫക്ടർ നിങ്ങൾ അറിയാലോ, അതിവിടെയൊക്കെയാണ് ടൂൾ പിടിപ്പിക്കുന്നത്. ഓക്കെ, ഈ ടൂൾ എന്ന് പറഞ്ഞ പോയിന്റ് ആ കറക്റ്റ് കോർഡിനേറ്റ് എത്തിക്കഴിഞ്ഞാലേ നമുക്ക് ആ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഈ ടൂളാണ് നമ്മുടെ ആ 5,6 എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സ് എത്തിച്ചേരേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ θ1 θ2 കൊടുത്തു കഴിഞ്ഞു. ഇപ്പം ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ നമുക്ക് ഫോർവേഡ് കൈനമാറ്റിക്സ് കണ്ടുപിടിക്കാം. ഫോർവേഡ് കൈനമാറ്റിക്സ് കണ്ടുപിടിക്കാം. ഫോർവേഡ് കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം, തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ, ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, X, Y കോർഡിനേറ്റ്സ് കിട്ടും. ഇതിപ്പം നമ്മൾ പ്ലെയിനാർ റോബോട്ട് ആയതുകൊണ്ട് മാത്രമാണ് 2R പ്ലെയിനാർ റോബോട്ടാണെന്ന് പറയുമ്പം 2R എന്ന് പറയുമ്പോൾ ഇവിടെ റൊട്ടേഷൻ ഉണ്ട്, എനിക്ക് ഇവിടെ ഒരു റൊട്ടേഷൻ ഉണ്ട്. ഇത് എൻഡ് എഫക്ടർ ആണ്, ഇവിടെ റൊട്ടേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ടൂൾസ് വരുന്നത്. ഓക്കെ, അപ്പം എന്താ ഇവിടെ റൊട്ടേഷൻ ഉണ്ട്, ഇവിടെ റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ടിടത്താണ് മോട്ടർ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2R റോബോട്ട് എന്ന് ഇതിനെ വിളിക്കുന്നത്. 2R പ്ലെയിനാർ റോബോട്ട്. കാര്യം ഒരു പ്ലെയിനിലല്ലേ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ X, Y എന്ന് പറയുന്ന പ്ലെയിനിലാണ് നിൽക്കുന്നത്. ഇതൊരിക്കലും ഇസഡിലോട്ട് പ്ലെയിനിലോട്ട് മോളിൽ പൊങ്ങുന്നില്ല സംഭവം എന്ന് പറയുമ്പോൾ അതിന് വേറെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പം ഇതിന് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം റോബോട്ടാണ് ഇത് ഇവിടെ മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഫോർവേഡ് കൈനമാറ്റിക്സ് എഴുതി കാണിച്ചു തരാം. എന്ന് പറയുമ്പോൾ തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മറ്റേ X, Y കിട്ടും. അപ്പം ഞാനിത് വരച്ച് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് X ആണ് അല്ലേ, നമുക്ക് ഇതാണ് വേണ്ടത്. ഇപ്പോൾ ഈ Xന്റെ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, താഴോട്ട്. ഈ എൻഡ് എഫക്റ്റിന്റെ പ്രൊജക്ഷൻ ഇങ്ങനെ താഴോട്ട് വരും. ഓക്കെ, അപ്പം ഈ L1ന്റെ ഒരു കോസ് കമ്പോണന്റ് അല്ലേ ഇവിടെ വരുന്നത്, ഈ പ്രൊജക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഇതെന്താ L1 cos θ. ഇത് ഇവിടെ വരെയുള്ള ലെന്ത് കിട്ടി L1 cos θ. അപ്പോൾ ഇതെന്താ സംഭവം, ഇത് L2 അല്ലേ. വേണമെങ്കിൽ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഇത് L2 cos θ എടുക്കാം, പക്ഷെ വിത്ത് റെസ്പെക്ട് ടു ഇതല്ലേ നമ്മൾ. അപ്പോൾ അവിടെ എന്താ നോക്കിക്കോ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ θ2 അല്ലേ. അപ്പം വിത്ത് റെസ്പെക്ട് ടു X ആക്സിസ് തന്നെ ആണെങ്കിൽ ഇവിടെ θ1 ഉണ്ട്. അപ്പോൾ θ1 + θ2 ആണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ എന്താ L2 ഇവിടെ എന്ന് പറയുമ്പോൾ L2 cos θ1 + θ2 എന്ന് വരും. കാര്യം വിത്ത് റെസ്പെക്ട് ടു ഇതാണ് θ2.
നമുക്ക് വിത്ത് റെസ്പെക്ട് ഈ ലിങ്കാണ് θ2 വന്നേക്കുന്നത്. നമുക്ക് വേണ്ടത് എക്സ് വിത്ത് റെസ്പെക്ട് ആണ്. അപ്പോൾ എക്സ് വിത്ത് റെസ്പെക്ട് ആണെങ്കിൽ θ1 + θ2, അപ്പം L2 × cos of θ1 + θ2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് എന്താണെന്ന് കിട്ടി. എക്സ് എന്താണ്? L1 cos θ പ്ലസ് L2 cos of θ1 + θ2. അപ്പോൾ അതാണ് ഇതിൻ്റെ എക്സ്. ഓക്കെ, എന്ന് പറയുമ്പം നമുക്ക് എക്സ് കിട്ടിക്കഴിഞ്ഞു. എക്സ് എന്ന് പറയുമ്പോൾ ഈ സാധനം ഇതിൻ്റെ എൻഡ് എഫക്ടർ എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റിലാണ് നിൽക്കുന്ന. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വൈ, അത് കണക്ക് വൈ നോക്കാം. വൈ എന്ന് പറയുമ്പോൾ ഇത് കോസ് കമ്പോണൻ്റ് ആണ്, ഇവിടെ വരുന്ന സൈൻ കമ്പോണൻ്റ് അല്ലേ. ഓക്കെ, അപ്പം ഇങ്ങനെ വരെ നേരത്തെ സൈൻ കമ്പോണൻ്റ് വരും. അപ്പം L1 എന്ന് പറയുമ്പോൾ എന്താ? ലെന്ത് ഓഫ് ദ ലിങ്ക് 1. ഇതാണ് ലിങ്ക്. ആ ലിങ്ക് ഫസ്റ്റ് ലിങ്കിന്റെ ലെന്ത്. ഇതാണ് സെക്കൻഡ് ലിങ്ക്. സെക്കൻഡ് ലിങ്കിന്റെ ലെന്ത് L2. അപ്പം നമ്മൾ റോബോട്ടിക്സിലാണെങ്കിൽ നമ്മളിങ്ങനെ അത് മെഷർ ചെയ്ത് നോക്കും. നമ്മുടെ റോബോട്ടിന്റെ ലിങ്ക് ഒരു മോട്ടോർ സെന്ററിൽ നിന്ന് മറ്റേ മോട്ടോർ സെന്ററിൽ എത്ര ദൂരമുണ്ട്, സ്കെയിൽ വെച്ചോ നമ്മൾ റോബോട്ടിനെ ഡിസൈൻ ചെയ്യുന്നോ നമ്മൾ അളന്ന് നോക്കിയിട്ടാണ് ഇത് കൈനമാറ്റിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എക്സ് L1 × cos θ പ്ലസ് L2 × cos of θ1 + θ2 എന്ന് കിട്ടി. അതേപോലെ വൈ കണക്ക് തന്നെ നോക്കിയാൽ വൈ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ കണക്ക് L1 വരും. ഇവിടെ L1 sin θ അല്ലേ, θ1 പ്ലസ് ഇവിടെ θ1 + θ2. ഓക്കെ, അതേ കണക്ക് ഇങ്ങോട്ട് എന്ത് വരും? ഇതിൻ്റെ വീണ്ടും ഇതിൻ്റെ പ്രൊജക്ഷൻ ഉണ്ട്. അപ്പം ഇങ്ങോട്ട് ഇവിടെ L1 sin θ1, ഇവിടെ അതേ കണക്ക് L2 sin of θ1 + θ2 എന്ന് വരും. അത് രണ്ടിൻ്റെയും ചേർന്നല്ലേ വൈ എന്ന് പറയുന്നത്. പറയാം അതല്ല എൻ്റെ വൈ. ഇതിൻ്റെ എക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് എക്സ്. L1 cos θ പ്ലസ് L2 cos θ θ2 ആണ്. അതേപോലെ വൈയും അതേ കണക്ക് തന്നെയാണ്. ഇപ്പോൾ ഇത് നേരത്ത് വൈയും കിട്ടും. അതാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പം L2 വരും, L2 sin of θ1 + θ2. അപ്പം നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി. അപ്പം മനസ്സിലായില്ലേ എന്ന് പറയുന്നത്? അപ്പം നമ്മളിതൊന്ന് ആലോചിച്ച് നോക്കേ. നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഈ ഇക്വേഷനിൽ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റുന്ന എന്താ? ഈ θ1 θ2 അല്ലേ. അതെന്ന് പറയുന്നത് എന്താ? ആംഗിൾ ഓഫ് ദ ലിങ്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത് മോട്ടർ തിരിയേണ്ട ആംഗിളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ θ1 θ2 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സും വൈയും കിട്ടും. അപ്പോൾ ആ പരിപാടിയുടെ പേരാണ് ഫോർവേഡ് കൈനമാറ്റിക്സ്. നമ്മൾ റോബോട്ടിക് ക്യാമിൽ ഒരിക്കലും ഇത് ഉപയോഗിക്കത്തില്ല. കാര്യം നമുക്ക് ഫോർവേഡ് കൈനമാറ്റിക്സ് ആവശ്യമില്ല. കാര്യം നമുക്ക് കോർഡിനേറ്റ്സിലോട്ടല്ലേ പോകേണ്ടത്. നമുക്ക് ഒരിക്കലും ആംഗിൾ കൊടുത്തിട്ട് കോർഡിനേറ്റ്സിലോട്ട് പോകാൻ പറ്റുമോ? അങ്ങനല്ലല്ലോ, ആ സ്കീമല്ലല്ലോ. നമ്മൾ കോർഡിനേറ്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് റോബോട്ട് ആ കോർഡിനേറ്റ്സ് വന്ന് നിൽക്കണം. അപ്പം അതിന് തിരിച്ച് ചിന്തിക്കുക, തിരിച്ചൊരു ആംഗിൾ തന്നെ. ഇപ്പോൾ ഫോർവേഡ് കൈനമാറ്റിക്സ് ആണ് സെറ്റായത്. നമ്മളിത് ഫോർവേഡ് കൈനമാറ്റിക്സ് ഉപയോഗിക്കുന്ന റോബോട്ടിക്സ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇൻവേഴ്സ് കൈനമാറ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പം അതിന് ഫോർവേഡ് കൈനമാറ്റിക്സ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഇനി നിങ്ങൾക്ക് മറ്റേ ഇൻവേഴ്സ് കൈനമാറ്റിക്സ് എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഇൻവേഴ്സ് കൈനമാറ്റിക്സ് നോക്കണമെന്ന് പറയുമ്പോഴത്തേക്കും എന്താ സംഭവം? നിങ്ങൾക്ക് ഒരു കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആംഗിൾസ് കിട്ടും. θ1, θ2. റോബോട്ടെല്ലാം എന്തൊക്കെയുണ്ട് അതൊക്കെ. നമ്മൾ 2R റോബോട്ടല്ലേ ഉപയോഗിക്കുന്നത്. 2R റോബോട്ടിന്റെ പ്രത്യേകത എന്താണ്? 2R റോബോട്ട് ആണെങ്കിൽ ഇത് എക്സ് ഇത് വൈ എന്ന് പറയുമ്പോൾ 2 റെവല്യൂട്ട് ജോയിന്റ് എന്ന് പറയുമ്പം 2 റൊട്ടേഷൻ ജോയിന്റ് ഉള്ളതാണ് റെവല്യൂട്ട് അല്ലെങ്കിൽ റൊട്ടേഷൻ അങ്ങനെ പറയുന്നതാണ് നമ്മുടെ 2R റോബോട്ട്. അപ്പം അതിങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇപ്പം ഇതൊരു ലിങ്കാണ്, ലിങ്ക് 1 അത് L1 ആണ്. നോക്കിക്കോ, ഇത് L2 ആണ് അല്ലേ. ഇതാണ് എൻഡ് എഫക്ടർ. പ്രത്യേകം മാർക്ക് ചെയ്യത്തില്ല. നോക്കിക്കോ, ഇപ്പം നമുക്ക് കിട്ടേണ്ടതെന്ന് പറയുമ്പോൾ നമുക്ക് θ1 ആണ് കിട്ടേണ്ടത്. ഇത് θ1 ആണ് കിട്ടേണ്ടത്. അതേ കണക്ക് തന്നെ വിത്ത് റെസ്പെക്ട് ടു ഇതാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് എപ്പോഴും ആംഗിൾ എടുക്കാൻ. ഓക്കെ, അപ്പോൾ θ2 കിട്ടി. അപ്പം നമുക്ക് വേണ്ട എന്താ സംഭവം? എൻഡ് എഫക്ടറിന്റെ പൊസിഷൻ അല്ല, ഈ ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, എന്ന് പറയുന്നത് ഈ ആംഗിൾ എന്ന് പറയുന്നത് എക്സിന്റെ വൈൻ്റെ ഫംഗ്ഷനിൽ കിട്ടണം. ഓക്കെ, മനസ്സിലായോ? അപ്പം അതാണ് സംഭവം. അപ്പം ഞാൻ നോക്കിക്കോ, ഇപ്പം ഏറ്റവും എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എൻഡ് എഫക്ടർ അല്ല, ഒറിജിനിൽ നിന്ന് എന്ന് പറയുമ്പോൾ റോബോട്ട് വിടാൻ തുടങ്ങുന്ന ആ ലിങ്കിൽ നിന്ന് നേരെ ഒറിജിനൽ എൻഡ് എഫക്ടർ എപ്പോഴും ലൈൻ വരയ്ക്കും. കാര്യം ഫോർ ദ സിംപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താ കിട്ടി? ഒന്ന് L1 L2 ഈ ലെന്തിന്റെ പേര്, ഈ ലിങ്കിന്റെ ഒരു L1 ആണ്, L2 ആണ്. നിങ്ങളൊരിക്കലും തെറ്റിദ്ധരിക്കില്ല, ഇതൊരിക്കലും എന്തല്ല, ലിങ്ക് അല്ല. നമ്മളിത് സോൾവ് ചെയ്യാനായിട്ട് അനലിറ്റിക്കൽ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് കൈനമാറ്റിക്സ് ഉപയോഗിച്ച് നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡാണ്. കുറേ ജാക്കോബിയൻ ട്രാൻസ്പോസ് മെട്രിക്സ് ഒക്കെ ഉണ്ട്. നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല, അത് ഇച്ചിരി കോംപ്ലക്സ് ആണ്. അത് വെലോസിറ്റി കൺട്രോൾസിന് ഞങ്ങൾ കൺട്രോൾസിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ തൽക്കാലം ഉപയോഗിക്കുന്നത് എന്താണ്? അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ജോമെട്രി വെച്ച് കണ്ടുപിടിക്കും. എന്ന് പറയുമ്പോൾ റോബോട്ടിന്റെ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കും. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, റോബോട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ഒരു റോബോട്ടിന്റെ അതിന്റെ ലിങ്ക് ഇങ്ങനെ ഇരിക്കുന്നു, L1 അതിന്റെ ലിങ്ക് L2 ഇങ്ങനെ ഇരിക്കുന്നു, θ1 θ2 ഇരിക്കുന്നു. നമുക്ക് θ1 θ2 അറിയത്തില്ല. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ നോക്കിക്കോ, ഇതിപ്പം നമുക്കറിയാലോ
നമുക്ക് ഈ പോയിന്റ് നമുക്ക് കിട്ടുമല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ഇത് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മൾ ഇതാണ് എൻ്റെ എഫക്ട് ഇരിക്കുന്നത്. ആ പോയിന്റ് നമുക്ക് നമ്മൾ കൊടുക്കുമല്ലേ, നമ്മൾ ഇക്വേഷനിൽ കൊടുക്കത്തില്ലേ, എന്ന് പറയുമ്പോൾ എക്സ് കാമ വൈ എന്ന് കൊടുക്കും. അപ്പം ഇതിനർത്ഥം എന്താ, ഇത് ഇത്രയും എക്സ് ആണ്, ഇതോട്ട് ഇവിടം വരെ എക്സ് ആണ്, പിന്നെ ഇതോട്ട് ഇവിടം വരെ വൈ ആണ്. നിങ്ങൾ അങ്ങനെ കരുതി മതി, കൺഫ്യൂഷൻ ആവരുത്. വൈ ആക്സസ് അല്ല, വൈ എന്ന് പറയുന്നത് യൂണിറ്റ് ഇല്ല, ഒരിതാണ് ഒരു ഇപ്പോൾ വൈ മീറ്റേഴ്സ് ആണെങ്കിൽ വൈ മീറ്റേഴ്സ് എന്തെങ്കിലും അത് കണക്ക്. ഇപ്പോൾ എക്സ് മീറ്റേഴ്സ് ആണെങ്കിൽ എക്സ് മീറ്റേഴ്സ്, അതൊരു നമുക്ക് അറിയത്തില്ല, അത് കൊടുക്കുന്ന കണക്കിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞുതരാം. നമുക്ക് ഈ വൈ എന്ന് പറയുന്നത് ഈ വൈ തന്നെയല്ലേ എന്ന് പറയുമ്പോൾ ഈ ലെന്ത് ഈക്വൽ അല്ലേ. അപ്പം നമുക്ക് ഇവിടെ വൈ കൊടുത്തൂടെ. ഓക്കെ, അപ്പം ഇത് താഴെ നമുക്ക് എക്സ് ഉണ്ട്, മോളി വൈ ഉണ്ട്, ഇവന് താഴോട്ട് വൈ ഉണ്ട്. അപ്പോൾ ഇതെന്തോന്ന് സംഭവം, ഇത് നമുക്ക് എന്താ എന്ന് പറയുമ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആയില്ലേ. നിങ്ങൾ നോക്കോ, ഈ സൈഡ് ഓക്കെ എന്ന് പറയുമ്പോൾ ABC എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ആയില്ലേ. അപ്പം നമ്മൾ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എക്സ് വൈ എന്ന് പറയുമ്പം x² + y² = z². z² എന്ന് പറയുമ്പോൾ ഇതിന്റെ ലെന്താണ് z². മനസ്സിലായോ? എന്ന് പറയുന്നത് ഇതാണ് z² ആയിട്ട് എടുത്തേക്കുന്നത്, ഇതാണ് z² ആയിട്ട് എടുത്തേക്കുന്നത്, ഇതോട്ട് ഗുണന്മാരാണ് z² എടുത്തേക്കുന്നത്. എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും എന്ന് പറയുമ്പോൾ ഈ രണ്ട് സൈഡിലെ ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനീസ് ആണ്, ഇതിന്റെ ഹൈപ്പോട്ടനീസ് ആണ് ഈ z². നമുക്ക് ഇങ്ങനെ റിലേഷൻ എഴുതിക്കൂടെ, x² + y² = z². അതാണ് x². ഇത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം നോക്കിക്കോ, ഞാനിത് ഈ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്താൽ z² ആണെന്നറിയില്ല, z² റിലേഷൻ കിട്ടി x² + y². x² നമുക്ക് ആ എക്സ് 5,6 ആണെങ്കിൽ 5 × square 6 × square, അതാണ് z² എന്ന് പറയുമ്പോൾ ഈ ലെന്ത് കിട്ടിയപ്പം L1 നമുക്കറിയാവേ, L2 നമുക്കറിയാവേ. നമുക്ക് വേണ്ട എന്താ, ഈ θ2ഉം θ1ഉം ആണ് നമുക്ക് വേണ്ടതല്ലേ. അപ്പം നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ഇതിനകത്ത് നമുക്ക് ഈ θ2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നോക്കിക്കോ. നിങ്ങൾക്ക് ഇത് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഇത് ഫുള്ള് θ2 ആണ്. ബാക്കി ഈ ഒരു ആംഗിൾ നമുക്ക് ആൽഫയെന്ന് അങ്ങനെ വല്ല എന്തെങ്കിലും പറഞ്ഞെടുക്കാം. ഞാൻ ആൽഫയെന്ന് എടുക്കുന്നത്. ബാക്കി ഇതിന് ആൽഫ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ടോട്ടൽ 180 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ 180 ആൽഫ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് θ2 കിട്ടും. അതാണ് സംഭവം. എന്ന് പറയുമ്പം ഇത് ടോട്ടൽ 180 ആണ്. നിങ്ങൾക്ക് ആൽഫ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 180 - θ2 ആണ് എന്ന് പറയുമ്പോൾ π - ആൽഫയാണ് നിങ്ങളുടെ θ2 കിട്ടും. അപ്പോൾ θ2 അങ്ങനെ കിട്ടിയത് നമുക്ക് ആ ഒരു ഫംഗ്ഷനായിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ ചൂസ് ചെയ്തിട്ട് നമ്മൾ കൊസൈൻ റൂൾ എന്ന് പറഞ്ഞ റൂളുണ്ട്. നമ്മൾ +1 +2 പഠിച്ച ഒരു റൂളാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ റൂൾ. ഇപ്പോൾ ഇതാണ് ആൽഫ, ഇത് നിങ്ങൾക്ക് CAB. ഇപ്പം ഇങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊസൈൻ റൂൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാൻ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൊസൈൻ റൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ ആൽഫ. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഈ കോസ് ആൽഫ = ഫസ്റ്റ് നമ്മുടെ ഈ രണ്ട് അഡ്ജസൻറ്റ് സൈഡിലുള്ള സ്ക്വയറുകൾ. അപ്പം L1² + L2² - R². -R² മീൻസ് R² Z². ഓപ്പോസിറ്റ് സൈഡുണ്ട് Z² ബൈ എന്ത് ചെയ്യാം 2L1 L2. അപ്പോൾ ഇതാണ്. അപ്പോൾ എന്നിട്ട് ഇത് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആൽഫ = കോസ് ഇൻവേഴ്സ് ഓഫ് ഈ സാധനം, ഇതിന്റെ സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൽഫ കിട്ടും. ഓക്കെ, ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു ആൽഫ കിട്ടിയില്ലേ. അപ്പം നമ്മുടെ θ2 എന്ന് പറയുന്നത് 180 - ആൽഫയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ കോഡിൽ കൊടുക്കണം. നമ്മൾ ഇപ്പം C ആണെങ്കിൽ C, അല്ലെങ്കിൽ പൈത്തൺ ആണെങ്കിൽ പൈത്തൺ, ഇതെല്ലാം കാൽക്കുലേഷൻ ടൈപ്പ് ചെയ്ത് കോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫംഗ്ഷൻ പോലെ ആക്കിയിട്ട് നമുക്ക് കോഡ് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ ഇതിന് ആംഗിൾസ് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടിയത്, θ = 180 - ആൽഫ 2. ആൽഫ. ഈ ആൽഫ എന്ന് പറയുമ്പോൾ എന്താ, കോസ് ഇൻവേഴ്സ് ഓഫ് L1² + L2² - Z² 2 × L1 × L2. ഓക്കെ, അപ്പോൾ ഇതാണ് കോസ് ഇൻവേഴ്സ് ഓഫ്. അപ്പോൾ ആൽഫയല്ലേ കിട്ടിയത്. അപ്പം ഫോർവേഡ് കൈനമാറ്റിക്സ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഒരു കോർഡിനേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ആംഗിൾ കിട്ടും. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ മോട്ടർ കറക്കാനുള്ള ആംഗിൾ ആണ് നമുക്ക് θ2 എന്ന് കിട്ടുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും ആ ആംഗിൾ, ആ മോട്ടർ ഇത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. അപ്പം ആ θ2 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി θ1. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് θ1 ആണെന്ന് വെച്ചോ. നമുക്ക് θ1 അല്ലേ വേണ്ടത്. അപ്പം നമുക്ക് അറിയാവുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്, നമുക്ക് ഈ ഒരു ആംഗിൾസ് അറിയാം. നമുക്ക് ഇതിനെ β എന്ന് എടുക്കാം. ബീറ്റ. നമുക്ക് ഈ ഒരു ആംഗിളിനെ നമുക്ക് ഗാമയെന്ന് അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ θ1 എന്ന് പറഞ്ഞ സാധനം β - ഗാമയെന്ന് പറഞ്ഞൂടെ, അങ്ങനെ എഴുതിക്കൂടെ അല്ലേ. നിങ്ങൾക്ക് θ2ഉം കിട്ടി, θ1ൻ്റെ കാര്യം പറഞ്ഞുതരാം. നോക്കോ, ഇതിപ്പം നോക്കോ കാണാൻ പറ്റും.
എന്താ ഇപ്പോൾ തീറ്റ 1 കിട്ടണമെങ്കിൽ തീറ്റ 1 = ബീറ്റ മൈനസ് ഗാമേനെ കാണും. നിങ്ങൾക്ക് ഈ ബീറ്റ സുഖമായിട്ട് കിട്ടും. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട, ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ട്രയാങ്കിൾ വരച്ചില്ലായിരുന്നോ എന്ന് പറയുമ്പം ഇത് വൈയും ഇത് എക്സും. നിങ്ങൾ മാനുവലി വരച്ചൊക്കെ മനസ്സിലാവും നിങ്ങൾക്ക്. ഇത് എക്സും വൈയും വരച്ചില്ലേ? അപ്പം നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് y/x കിട്ടിയാൽ ഈ ആംഗിൾ ഇത്രയും കിട്ടത്തില്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് ബീറ്റയാണ് കിട്ടുന്നത്. കണ്ടോ, ബീറ്റ കിട്ടി. അപ്പം ബീറ്റ എന്ന് പറയുന്ന സാധനം തീറ്റ 1 എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് y/x. ഓക്കെ, മൈനസ് ഗാമ. എന്താ ഗാമ എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ നമുക്ക് ഗാമ കിട്ടും. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ നോക്കൂ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് സാധനം. ഇതിനകത്ത് ഇതാണ്ട് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ് ഇതിപ്പം കാണിച്ചിരിക്കുന്നത്. y/x മൈനസ് ഇതാണ്ട ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ നമുക്കത് കിട്ടും. ഓക്കെ, നമുക്ക് ഗാമയാണ് കിട്ടേണ്ട, ഈ ഗാമ. അപ്പം ഗാമയ്ക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പം നോക്കിക്കോ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം. നോക്കി, ഇതെന്താ സംഭവം? ലിങ്ക് 2 അല്ലേ? L2 ആയിരുന്നു. ഇത് L1 അല്ലായിരുന്നു? L1 L2. ഇത് L2 അല്ലേ? ഇപ്പം L2ൻ്റെ cos θ2 ആണ്. എന്താ ഇത് തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇതിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്താ പറയാൻ പറ്റും? L2ൻ്റെ സൈൻ കമ്പോണൻ്റ് എന്ന് പറഞ്ഞൂടെ? L2 ഓഫ് സൈൻ ഓഫ് θ2 എന്ന് പറഞ്ഞൂടെ? ഇതാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, നമുക്കിത് L2 cos θ2, ഇത് ഇത്രയും L1. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇപ്പം നമുക്ക് എഴുതാൻ പറ്റും. നോക്കിക്കോ, നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കി, ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇത് നമുക്ക് ഗാമ കിട്ടും. നോക്കിക്കോ, പിന്നെ ഇത് തൊട്ട് ഇവിടം വരെ നമുക്ക് എന്താ L2 cos θ2 ആണ്. ഇത് L2 sin θ2. ഇത് തൊട്ട് ഇവിടം വരെ L1. ഓക്കെ, അപ്പം ഇതിൻ്റെ സമ്മാണ് ഈ ടോട്ടൽ നീളം. അപ്പം നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് നിങ്ങൾക്ക് ഇങ്ങനെ ടാൻ ഗാമ = L2 sin θ2 by L1 plus L2 cos of θ2 ഇങ്ങനെ വരും. ഇതല്ലേ? അപ്പം അതിന് ഇൻവേഴ്സ് എടുക്കാൻ നേരത്തെ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് ഓഫ് L2 sin θ2 by L1 plus L2 cos of θ2. അപ്പോൾ നമുക്ക് θ1 കിട്ടി. θ1 നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, θ1 കിട്ടി, θ1 കിട്ടി. നമ്മൾ കണ്ട θ2 കിട്ടി. കണ്ട θ2 180 - ആൽഫ എന്ന് പറയുന്ന സാധനം ഈ സാധനം. അപ്പോൾ നമുക്ക് എന്തിന് ടേംസിലാണ് കിട്ടിയത്? നിങ്ങൾക്ക് മനസ്സിലായി കാണും. നോക്കിക്കോ, കണ്ടോ, θ1 എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ടേംസിലാണ്? ഈ y/xൻ്റെ ടേംസിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷനിൽ നമ്മൾ നമ്മുടെ വേണ്ട കോർഡിനേറ്റ്സ് ഇട്ട് കൊടുത്താൽ നമുക്ക് θ1 θ2 കിട്ടും എന്ന് പറയുമ്പം ആ റോബോട്ടിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ അനുസരിച്ചിട്ട്. അപ്പോൾ നമ്മളത് L1 L2 എന്ന് പറഞ്ഞ സാധനം എന്താ? L1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലിങ്കിൻ്റെ നീളം, L2 എന്ന് പറയുന്നത് സെക്കൻഡ് ലിങ്കിൻ്റെ നീളം. അത് വെച്ചിട്ട് θ1 θ2 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. θ1 θ2 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും കിട്ടും, ഇതും കിട്ടും. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ θ1 θ2 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് സംഭവം. ഇപ്പം വേറെ കുറേ റോബോട്ടുകളുണ്ട് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒരു സിംഗിൾ പ്ലെയിനിൽ ഓടുന്ന റോബോട്ടാണ്, XY പ്ലെയിനിൽ ഓടുന്ന റോബോട്ടാണ്. അപ്പം അതിനകത്ത് ഇപ്പോൾ ഇത് മതി. അപ്പം അതുകൊണ്ടാണ് ഈ എക്സും വൈയും θ1 θ2 മതിയാകുന്നത്. അപ്പോൾ അല്ലെങ്കിൽ കുറേ ലിങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ θ1 θ3 അങ്ങനെ പറഞ്ഞ് പലം വരാം. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2R റോബോട്ടാണ് എന്ന് പറയുമ്പോൾ 2 റെവല്യൂട്ട് ജോയിൻറ്റ് റോബോട്ട്. അതിൻ്റെ ഇൻവേഴ്സ് കൈനമാറ്റിക്സ്, ഫോർവേഡ് കൈനമാറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങളിത് ഫുള്ള് നോക്കിയിട്ട് ഇട്ടേക്കണം.